ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ദസറ. അപ്പാർട്ട്മെന്റിലെയും പൊന്നമ്മയുടെയും ദസറ സെലിബ്രേഷൻ ആണ് നിങ്ങൾ കാണുന്നേ. കഴിഞ്ഞ ഈ ദിവസം ഓർക്കുണ്ടോ? ആദ്ര ബേബി എവിടെയായിരുന്നു? അമ്മിനിമുട്ടി എവിടെയായിരുന്നു അറിയോ? കഴിഞ്ഞ ഈ ദിവസം കുഞ്ഞു വയറ്റിലായിരുന്നു. കുഞ്ഞു വയറ്റിലായിരുന്നു. തക്കരേ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് വയറ്റിലിരുന്ന പൊട്ടേന്ന് പടക്കം പൊട്ടിയപ്പോ ചാടി ഓടി അമ്മിനിമുത്ത് രാവണനെ കണ്ടോ? സാധാരണ ഈ സമയത്തൊന്നും ഞങ്ങൾ നടക്കാൻ ഇറങ്ങുന്ന ടൈമാണ്. ഇപ്പോൾ ദേ രാവണനെ കണ്ടവള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ അടിയിൽ നിന്ന് മാറാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആള്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ അതിനെ നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ നിൽക്കുമായിരുന്നു കുഞ്ഞ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ വിജയാങ്കളൻ ടീമാണ് എല്ലാ വർഷവും രാവണനെ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷം സെലിബ്രേഷൻ ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ ഇതിനകത്ത്. പിന്നെന്താ, ദുർഗാപൂജ, ദസറ ഇതെല്ലാം നമുക്ക് ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ രണ്ടും ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ രാവൺ ദഹൻ കുറച്ചൊരു മെയിൻ ഇവൻ്റ് ആയിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സ്നാക്സൊക്കെ പ്രൊവൈഡ് ചെയ്ത് രാവൺ ദഹൻ പ്രോപ്പറായിട്ട് ജയ് ശ്രീരാം വിളിച്ച് അങ്ങനെയൊക്കെ. നമ്മളും ഇങ്ങനത്തെ ഫെസ്റ്റിവൽസൊക്കെ കാര്യമായി സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് ബാംഗ്ലൂർ വന്നതിന് ശേഷം ആട്ടോ. നാട്ടിൽ ജസ്റ്റ് പൂജയ്ക്ക് വെക്കും, പൂജ എടുക്കും, അത്രയല്ലേ ഉണ്ടാവാറുള്ളൂ. ഇവിടെ എല്ലാം ഗ്രാൻഡ് ഇവൻ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതെ, ഒന്നും പറയും. ഞാനൊന്ന് കണ്ടിട്ട് എന്നൊക്കെ ഞാൻ ആരാ, ഇവളാണോ അവനാണോ നോക്കുമായിരുന്നു. ഫയറിന്റെ അവിടെ ബാമ്പുവാ കോണി കത്തില്ലല്ലോ. കത്തും ശബ്ദം കേട്ടിട്ട് പേടിയുമാവുണ്ട്, ചൂടടിക്കണ്ട്. അവൾക്ക് പ്രതീക്ഷ അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പടക്കമൊക്കെ പൊട്ടണായിട്ടപ്പോൾ ചെറിയൊരു പേടി. അപ്പം തന്നെ നമ്മൾ തിരിച്ചു പോന്നു. പക്ഷെ മിടുക്കി കുട്ടിയായിട്ട് അവളെ രാവൺ ദഹനൊക്കെ കണ്ടു നിന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദുർഗാ പൂജ, ഹാപ്പി ദസറ. കീപ് സപ്പോർട്ടിങ് അസ്. ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.